24 മണിക്കൂറിനകം പ്രതികരണം അറിയിക്കണമെന്ന് ഹമാസിനോട് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു ആഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ പ്രാവർത്തികമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. തൃശൂർ നന്ദിക്കരയിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. പുതുക്കാട് സ്വദേശി 17 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത്. ബസ്സിറങ്ങി സഹപാഠിയോടൊപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകുമ്പോൾ പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിക്കപ്പിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് വൈഷ്ണ. പിക്കപ്പ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. തൃശൂർ നന്ദിക്കരയിലാണ് സംഭവം. പുതുക്കാട് സ്വദേശി 12 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത്. ബസ്സിറങ്ങി സഹപാഠിയോടൊപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകുമ്പോൾ പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിക്കപ്പിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് വൈഷ്ണ. പിക്കപ്പ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ തടികൾ കയറ്റി വന്ന ലോറി മറിഞ്ഞു. മാവേലിക്കര തിരുവല്ല സംസ്ഥാന പാതയിൽ ചെന്നിത്തലയിലാണ് അപകടമുണ്ടായത്. ഹരിപ്പാട് നിന്നും തടികൾ കയറ്റി പെരുമ്പാവൂരിലേക്ക് പോയ ലോറിയാണ് മറിഞ്ഞത്. യൂറോപ്യൻ മദ്യത്തിന് പുതിയ തീരുവ പ്രഖ്യാപിച്ച് ചൈന. ഫ്രഞ്ച് ഉൽപ്പന്നമായ കോനാക് അടക്കം ബ്രാൻഡുകൾക്ക് ഇറക്കുമതി നിയന്ത്രണ തീരുവ 27.7% മുതൽ 34.9% വരെയാകും. 5 വർഷത്തേക്കാണ് ചൈന തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ വീഞ്ഞു ഉൽപാദനത്തെ യൂറോപ്യൻ മദ്യത്തിന്റെ വ്യാപക ഇറക്കുമതി ബാധിക്കുന്നുവെന്നാണ് ചൈനയുടെ വിമർശനം. ഇസ്രായേലുമായുള്ള സംഘർഷത്തെ തുടർന്ന്